ഇപ്പോൾ മോളിവുഡിലെ സകലമാന റെക്കോർഡുകളും കൈപ്പിടിയിൽ ആക്കി വച്ചിരിക്കുന്നത് മോഹൻലാലാണ്. മോഹൻലാൽ തന്റെ ചിത്രങ്ങളിലൂടെ ഇങ്ങനെ പല റെക്കോർഡുകളും സ്ഥാപിക്കുന്നതിന് തൊട്ടു മുൻപ് മോഹൻലാലിന്റെ തന്നെ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു സിനിമ എത്തി. 2018 എന്ന ചിത്രം. അത് സംവിധാനം ചെയ്തതാണെങ്കിൽ ജൂഡ് ആന്റണി ജോസഫും. മോഹൻലാലിന്റെ പുലിമുരുകൻ റെക്കോർഡുകളെ ആയിരുന്നു ഈ ചിത്രം മറികടന്നത്. അതിനുശേഷവും മോഹൻലാലിന്റെ റെക്കോർഡുകൾ മറികടക്കാൻ യങ് സംവിധായകരിൽ നിന്നും പുതിയ സിനിമകൾ എത്തിയിരുന്നു. എന്നാൽ ഈ സകല റെക്കോർഡുകളെയും മോഹൻലാൽ ഈ 2025 വെറും 2 ചിത്രങ്ങൾ കൊണ്ട് മറികടന്നു. ഇനി അവരൊക്കെ മറികടക്കണമെങ്കിൽ അവർ തന്നെ മോഹൻലാലിനൊപ്പം കൈകൊടുക്കേണ്ട അവസ്ഥ വന്നേക്കുകയാണിപ്പോൾ. എന്നാൽ തുടരും എമ്പുരാനും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മോഹൻലാലിനെ വെച്ച് ഇവർക്കൊക്കെ ഒരു പടം ചെയ്യാനുള്ള കൊതി വന്നു കഴിഞ്ഞു എന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. മിക്ക സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഒക്കെ മോഹൻലാലിനോട് കഥ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു ജൂഡ് ആന്റണി ജോസഫിന്റെ മോഹൻലാൽ ചിത്രത്തെക്കുറിച്ചുള്ള ന്യൂസുകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുണ്ടായത്. ജൂഡ് ആന്റണി തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നതും അദ്ദേഹത്തിന്റെ കമന്റുകളും വാക്കുകളും ഒക്കെ വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ വലിയ ശ്രദ്ധയും നേടിയിരുന്നു. മോഹൻലാൽ നായകനായ തുടരും എന്ന ചിത്രം ഇറങ്ങിയതിനു ശേഷമായിരുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും വലിയ ചർച്ച നടന്നത്. ഇപ്പോൾ തുടരുമെന്ന ചിത്രമാണ് മോളിവുഡിന്റെ ചരിത്രം തന്നെ എഴുതി തിരുത്തിയിരിക്കുന്നത്. സകലമാന റെക്കോർഡുകളും തുടരുമെന്ന ചിത്രവും നേടിയെടുത്തു. അതിനൊപ്പം തന്നെ പ്രൊഡ്യൂസറിന് ഏറ്റവും വലിയ ലാഭം ഉണ്ടാക്കി കൊടുത്ത സിനിമ എന്നതും വേണമെങ്കിൽ പറയാം തുടരുമാണെന്ന്. കാരണം ഏറ്റവും വലിയ തിയേറ്ററിക്കൽ ഷെയർ ആണ് തുടരുമെന്ന ചിത്രം ഉണ്ടാക്കിയെടുത്തത്, 50 കോടിക്ക് മുകളിൽ. ഇതൊക്കെ കാണുമ്പോൾ ഏതൊരു സംവിധായകനും പ്രൊഡ്യൂസർക്കും മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യാനുള്ള കൊതി അത് ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ എല്ലാം ഒത്തുവന്നാലേ ഒരു മോഹൻലാൽ ചിത്രം സംഭവിക്കുകയുള്ളൂ. അതും മികച്ച രീതിയിൽ എടുക്കുകയും വേണം. ഈ അടുത്തിടയ്ക്ക് പല പ്രൊഡ്യൂസേഴ്സും സംവിധായകരും മോഹൻലാലിനൊപ്പം സിനിമ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. ആഷിഖ് ഉസ്മാന്റെ മോഹൻലാൽ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ അടുത്തിടെ കേട്ട് കഴിഞ്ഞു. ഇപ്പോഴിതാ ജൂഡ് ആന്റണിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ജൂഡ് ആന്റണി മോഹൻലാലിനെ വെച്ച് പല റെക്കോർഡുകളും മറികടക്കും എന്ന് വാക്ക് വരെ നൽകിയിട്ടിരിക്കുന്ന അവസരമാണ്. കേരള ബോക്സ് ഓഫീസിൽ പുതിയൊരു റെക്കോർഡ് ലാലേട്ടനെ വെച്ച് തന്നെ ഞാൻ ഇത് തൂക്കും എന്ന് ജൂഡ് ആന്റണി പറയുകയുണ്ടായി. തന്റെ തന്നെ സിനിമയായ 2018 റെക്കോർഡ് ലാലേട്ടനെ വെച്ച് തന്നെ തൂക്കുമെന്ന് ജൂഡ് ആന്റണി ജോസഫ് പറയണമെങ്കിൽ അതുപോലൊരു സംഭവമായി ജൂഡ് ആന്റണി മോഹൻലാലിന്റെ അടുത്ത് എത്തിയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടല്ലേ ഇത്ര കോൺഫിഡൻസ് ആയി അദ്ദേഹം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നതായിരുന്നു. ഈ കാര്യങ്ങൾ ആരാധകർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആക്ച്വലി ജൂഡ് ആന്റണി മോഹൻലാലുമായി ഒരു കഥ ഡിസ്കസ് ചെയ്തു എന്ന വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയതും. ലാലേട്ട എനിക്കും കൂടെ ഒരു അവസരം താ, കൊതിയാകുന്നു എന്ന് പറഞ്ഞ ജൂഡ് ആന്റണി ഓൾറെഡി ഒരു കഥ പറഞ്ഞിട്ടിരിക്കുകയാണ്. ലാലേട്ടന്റെ ഒരു എസിന് വേണ്ടിയാണ് ജൂഡ് ആന്റണി തന്നെ വെയിറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ജൂഡ് ആന്റണിക്ക് മോഹൻലാൽ ഒരു ഗ്രീൻ സിഗ്നൽ നൽകി എന്നത് തന്നെയാണ്. അതെ, മോഹൻലാൽ ജൂഡ് ആന്റണിക്ക് ഒരു ഗ്രീൻ സിഗ്നൽ നൽകിയിരിക്കുന്നു. ജൂഡ് ആന്റണിയുടെ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാൻ തന്നെ. മോഹൻലാലിന്റെ വരും പ്രോജക്റ്റുകളിൽ പുതിയൊരു ചിത്രം കൂടി ആഡ് ആകുന്നു. ജൂഡ് ആന്റണി സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു മോഹൻലാൽ ചിത്രം. എന്നാൽ അടുത്തിടയ്ക്കായിരുന്നു വെയിൽസ് ഇന്റർനാഷണൽ ഫിലിംസിന്റെ ബാനറിൽ ഒരു ജൂഡ് ആന്റണി ജോസഫ് ചിത്രം തമിഴകത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ആ പ്രൊഡക്ഷൻ ടീം എത്തിയത്. വെയിൽ ഇന്റർനാഷണൽ ഫിലിംസിന്റെ ബാനറിൽ ഒരു 10 ചിത്രം പ്രോമിസിംഗ് ഡയറക്ടേഴ്സുമായി സംഭവിക്കാൻ പോകുന്നുണ്ട്. അതിലൊന്ന് ജൂഡ് ആന്റണിയുടേതാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ സിലംബരസനായിരിക്കാൻ നായകനെന്നും പറയപ്പെടുന്നു. കാരണം ജൂഡ് ആന്റണിയുടെ പ്രോജക്റ്റിൽ STR നായകനാകുന്ന ഒരു ചിത്രം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ റൂമറുകളുണ്ട്. ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. STRന്റെയും ശിവകാർത്തികിന്റെയും നിരവധി താരങ്ങളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് മോഹൻലാൽ ചിത്രത്തിന്റെ കാര്യങ്ങൾ കൂടി വരുന്നത്. ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമാകുമോ അതോ മലയാളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ചിത്രമാകുമോ എന്നതൊക്കെ കാണേണ്ടതുണ്ട്. തുടരും പോലെ ചിത്രമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ജൂഡ് ആന്റണി മോഹൻലാലിനെ വെച്ച് ചെയ്യാൻ പോകുന്ന ചിത്രത്തിന് തന്റെ സിനിമകളുടെ റെക്കോർഡുകൾ മറികടക്കുന്ന രീതിയിലായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രതീക്ഷകൾ വെക്കുകയാണ്. ഇത് പക്ഷേ വേറെ എവിടെയുമല്ല, ആശീർവാദിന്റെ പൈപ്പ് ലൈനിലുള്ള സിനിമ തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ. ആശീർവാദിന്റെ പ്രോജക്റ്റ് ആയിട്ടാണ് ജൂഡ് ആന്റണിയുടെ മോഹൻലാൽ ചിത്രം സംഭവിക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. എന്തായാലും മോഹൻലാൽ ഗ്രീൻ സിഗ്നൽ ജൂഡ് ആന്റണിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പ്രോജക്റ്റ് ഓണായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഈ പ്രോജക്റ്റിന്റെ പിന്നണിയിൽ ആശീർവാദ് സിനിമാസുമാണ്. ഇതുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകളാണ് ഇന്നേ ദിവസം മൂവി അനലിസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നതും.